ബസ്സിൽ കയറി കഴിഞ്ഞാൽ സൈഡ് സീറ്റ് വേണമെന്ന് നിർബന്ധമുള്ള ആരെങ്കിലും ഉണ്ടാവും. എല്ലാവർക്കും സൈഡ് സീറ്റിൽ ഇരിക്കാനാണ് ഇഷ്ടം ഉണ്ടാവാം. അതുപോലെ എനിക്കും ബസ്സിൽ കയറിയ സൈഡ് സീറ്റാണ് ഇഷ്ടം. കോളേജ് പഠിക്കുന്ന സമയത്ത് എൻ്റെ ഫ്രണ്ടും ഞാനും എപ്പോഴും വഴക്കൂടിയിരുന്ന കാര്യം ഇത് തന്നെയാണ് കേട്ടോ. ഞാനും ഫൗസിയും. അപ്പോൾ നമ്മളൊരു കാര്യം തീരുമാനിച്ച്, ഇന്ന് ഞാനായിരിക്കുന്നെങ്കിൽ നാളെ നീ ഇരുന്നാൽ മതി. അങ്ങനെ നമ്മളൊരു അഡ്ജസ്റ്റ്മെൻറ്റിലാണ് കോളേജിൽ പോയിക്കൊണ്ടിരുന്നത്. ആ സൈഡ് സീറ്റും ബസ്സിൽ പിന്നെ നമുക്ക് ഇഷ്ടമുള്ള പാട്ടും കൂടി ഉണ്ടെങ്കിൽ എന്ത് രസമായിരിക്കും ഒന്ന് ആലോചിച്ച് നോക്കിയേ. ബസ് സ്റ്റോപ്പ് എത്തുന്നത് നമ്മൾ അറിയേയില്ല. അപ്പം അങ്ങനെ നമ്മൾ കേൾക്കാൻ ആഗ്രഹിച്ച പാട്ടുകളെല്ലാം നമ്മൾ ബസ്സിൽ നിന്ന് കേട്ട് കഴിഞ്ഞാൽ നല്ല രസമായിരിക്കൂലേ. അങ്ങനെ എനിക്ക് കേൾക്കാൻ ഇഷ്ടമുള്ള 2-3 പാട്ടുകളുണ്ട് കേട്ടോ. മഞ്ഞു പോലെ മാൻ കുഞ്ഞു പോലെ മുല്ല പോലെ നിലാച്ചില്ല പോലെ അവൾ പഞ്ചവർണ്ണ പടവിൽ കൊഞ്ചിയെത്തും കുളിരിൽ അടുത്ത പാട്ട് ഏതാ പറയാം? അതിൻ്റെ അങ്ങോട്ടേക്ക് പോകാൻ കഴിയില്ല, അതുകൊണ്ടാണ്. നെക്സ്റ്റ് പാട്ട്. ദൂരത്തു കണ്ടാൽ അറിയാത്ത ഭാവം, അരികത്തു വന്നാൽ പാതിരാ പാൽക്കുടം, മുള്ളുള്ള വാക്ക് മുനയുള്ള നോക്ക്, കാണാത്തതെല്ലാം കാണുവാൻ കൗതുകം, ഉലയുന്ന പൂമേ walking in the moonlight, I'm thinking of you. ശിശിരകാല മേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ, കുളിരിൽ മുങ്ങും ആത്മദാഹ മൃദുവികാരമോ അതോ ദേവരാഗമോ, ഇന്ദ്രിയങ്ങളിൽ ശൈത്യനീലിമ സ്പന്ദനങ്ങളിൽ രാസചാരുത, മൂടൽ മഞ്ഞല് നീർത്തിശയ്യകൾ ദേവദാരുവിൽ വിരിഞ്ഞു മോഹനങ്ങൾ, ശിശിരകാല മേഘമിഥുനരതി പരാഗമോ അതോ ദേവരാഗമോ. അപ്പോൾ പാട്ട് പാടിയാലും തീരൂല, വിശേഷങ്ങൾ പറഞ്ഞാലും തീരൂല, അത്രക്കുണ്ട് നമ്മളെ പാട്ട് വിശേഷം. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പാട്ട് വിശേഷമായിട്ട് കാണാം കേട്ടോ. ബൈ.